അപ്പോൾ ചേട്ടൻ്റെ ഒരു അവധി ദിവസം എങ്ങനെ പോകുന്നു കണ്ടാലോ. അപ്പോൾ അതേ മഴയായതുകൊണ്ട് തന്നെ പറമ്പിലെല്ലാം നല്ല രീതിക്ക് കാട് കയറിയിട്ടുണ്ട്. ആ കാടെല്ലാം ഒന്ന് വെട്ടിത്തളിച്ച് കയറി പോകുന്നുണ്ട് കേട്ടോ ചേട്ടൻ. അപ്പോൾ അതിൻ്റെ പുറകെ ചേട്ടായി കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ച് 4-5 കപ്പത്തണ്ട് ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കുത്തിയിടാന്ന് കരുതി കൂപ്പിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. കൂപ്പി എടുത്ത് ഏറ്റവും അവസാനം പോകുന്ന വഴിയിലടക്കം കൂപ്പി എടുത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാനായിട്ടൊന്നിനും ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതി ഞാനും തലയിൽ ഒരു തോർത്തും കെട്ടി അതുപോലെ തന്നെ കയ്യിലൊരു ആയുധം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 200 രൂപയുടെ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ 2000 രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയും എന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് ഇവരധികം ഒന്നും ചെയ്യിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ദേ കിട്ടിയ 4-3-7 കപ്പത്തണ്ടേ ഉള്ളൂ കേട്ടോ. അതിൽ ഒരു കപ്പത്തണ്ട് കുത്തിയിട്ടു. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് കപ്പത്തണ്ട് കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കപ്പയൊന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ നമ്മളോട് പലരും പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിക്കുള്ള വിളവുണ്ടായിരുന്നു, നമുക്കല്ല പന്നികൾക്ക്. അപ്പോൾ തിട്ടിൻ്റെ മുകളിൽ നിന്ന് മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് മോൻ പപ്പേനെ വിളിച്ചു വരുത്തിയതാണ്. ഇനി കുറച്ച് നേരം അവരുടെ കളിയും ചിരിയെല്ലാം കഴിഞ്ഞ പാടെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും കാടുവെട്ട് മെഷീൻ ചേട്ടയിലേക്ക് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.